ഹലോ ഓൾ. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചത് എവിടം വരെയാണ്? എബൌട്ട് ഹാൻഡ് വാഷിംഗ്, റൈറ്റ്? അപ്പം ഇനി അതിൻ്റെ ബാലൻസ് ജസ്റ്റ് പറഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കില്ല. വേണ്ട കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയും. ഇന്നൊരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ. ഇന്നലെ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. എല്ലാം പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോബയോളജിയിലെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപൂർവ ശാസ്ത്രിയുടെയാണ്. അപ്പോൾ അത് നല്ലൊരു ടെക്സ്റ്റാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി നമ്മൾ പഠിക്കാനല്ല, നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി ഉണ്ടാവാം. പക്ഷേ എന്താ പറയുന്നത്, അതിങ്ങി പറഞ്ഞ് ഒത്തിരി അങ്ങ് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഐ യൂസ് ടു പ്രൊട്ടക്ട് ദ സ്കിൻ ആൻഡ് മ്യൂക്കസ് membrane of healthcare workers from exposure to blood and or body fluids from the healthcare work to the patient during sterile and invasive procedure. എന്തെങ്കിലും ഒരു ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ, നമ്മൾ എന്ത് പ്രൊസീജിയർ നമ്മൾ പേഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ സർജറി അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അല്ല, നമ്മൾ പട്ടുസാരി കൊടുത്തുകൊണ്ട് സർജറിക്ക് എന്തായാലും പോകത്തില്ലല്ലോ. കേൾക്കുമ്പോൾ കുറച്ച് ക്ലീശയാണ്. പക്ഷേ നമ്മളെ തന്നെ ആ ഒരു ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൗൺസ്, നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞേ, നമ്മളൊരു സർജറിക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്? ഫസ്റ്റ് ആ ഒരു ഡോക്ടറും അതുപോലെ തന്നെ കൂടെയുള്ള ഹെൽപ്പേഴ്സും ഒരു ഗൗൺ യൂസ് ചെയ്യും. ഗൗൺ ഇടും, പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യും, പിന്നെ തലയിൽ ആ ഒരു കവർ ചെയ്യുന്നൊരു ആ ഒരു ഹെഡ് കവർ അത് യൂസ് ചെയ്യും. അങ്ങനെ പറയുന്നത്, പിന്നെ ഗോഗിൾസ് ചില സമയത്ത് ലാബിലൊക്കെ നമ്മുടെ കണ്ണിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഈ ആസിഡുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പോവില്ലേ. പിന്നെ ചിലർ ഇങ്ങനെ ഒത്തിരി നീഡിൽ സ്റ്റിക്കൊക്കെ ഉള്ളവർ ബൂട്ട്സൊക്കെ യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ദ വേരിയസ് PPE യൂസ്ഡ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിങ്സ് ആർ ഗ്ലൗസ്, മാസ്ക് ഓർ റെസ്പിറേറ്റർ. മാസ്കിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെസ്പിറേറ്റർ, ഈ N95 ഒക്കെ ഇല്ലേ. പിന്നെ ഗൗൺ ഓർ പ്ലാസ്റ്റിക് ഏപ്രൺ, പിന്നെ ഗോഗിൾസ് ഓർ ഫേസ് ഷീൽഡ്. നമ്മൾ ഒത്തിരി COVID-19 സമയത്ത് ഫേസ് ഷീൽഡ് അതൊക്കെ കണ്ടതാണല്ലേ. പിന്നെ ഷൂ കവർ ആൻഡ് ഹെഡ് കവർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ. പഠിക്കാനല്ല, ജസ്റ്റ് പറഞ്ഞു പോവുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദ ലെവൽ ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് കണ്ടാമിനേഷൻ ഓഫ് സ്കിൻ, മ്യൂക്കസ് മെമ്പറൈൻ ആൻഡ് ക്ലോത്തിങ് ബൈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പേഷ്യൻ്റ് കെയർ ആക്ടിവിറ്റി ഓർ ഇൻ്റർവെൻഷൻ, route of transmission of suspected organism, contact, droplet, inhalation. Okay, though most PPE are used as a part of transmission based precaution, there are few indications where some PPE are used as a part of standard precaution. The PPE must be removed immediately following the indication for it was used. അപ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള ട്രാൻസ്മിഷൻ, അതായത് ഉറപ്പായിട്ടും പകരുമെന്നുള്ള രോഗത്തിൽ നമ്മൾ ഉറപ്പായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് നമ്മൾ യൂസ് ചെയ്യും. കോവിഡ് ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ് ഫേസ് ഷീൽഡ്. അതുപോലെ നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്തായാലും നമ്മൾ ആ ഒരു PPE കിറ്റ് നമ്മൾ എന്തായാലും യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്ലൗസ് എന്താണ്? അതിപ്പോൾ ഞാനിപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും ഗ്ലൗസ് ധരിക്കാനായിട്ട്, നമ്മൾ എന്തെങ്കിലും ഈ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഉറപ്പായിട്ടും ധരിക്കാം. ഓക്കെ, കാരണം മൈക്രോ ഓർഗാനിസത്തിൻ്റെ എക്സ്പോസർ നമ്മുടെ ബോഡിയിലേക്ക് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഡ്രോപ്ലെറ്റ്, ബ്ലഡ്, സ്പ്യൂട്ടം അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ കൈകളിലും എല്ലായിടത്തും പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കളയുക. കുറേ നേരം ആ ഗ്ലൗസ് തന്നെ ഇട്ടുകൊണ്ടിരുന്നാലും പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഹാൻഡ് ഹൈജീൻ ആൻഡ് ഗ്ലൗസ് യൂസ്. അപ്പോൾ നമുക്കറിയാം ഹാൻഡ് ഹൈജീൻ ബിഫോർ ഗ്ലൗസ് യൂസ്. ദിസ് ഈസ് ടു പ്രിവെൻറ്റ് പോസിബിൾ ക്രോസ് കണ്ടാമിനേഷൻ ഓഫ് ഗ്ലൗസ് വിത്ത് ഹ്യൂമൻ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഫ്ലോറ.
ഹാൻഡ് വാഷ് ആഫ്റ്റർ ഗ്ലവ് യൂസ്. അപ്പം ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്താ നല്ലപോലെ കൈ കഴുകുക. ഇപ്പോൾ നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കും മെഡിക്കൽ ഹാൻഡ് വാഷിങ്ങും സർജിക്കൽ ഹാൻഡ് വാഷിങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ഉറപ്പായിട്ട് നമ്മൾ നല്ലപോലെ കൈ കഴുകുക. കൈ കഴുകുന്ന സമയത്ത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്തെങ്കിലും പ്രൊസീജിയറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് ഒക്കെ കീറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൈ കഴുകി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്ലൗസൊക്കെ ഊരി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി എന്തിനാണ് ഞാനിനി ഗ്ലൗസ് ഊരി, പക്ഷെ ഉറപ്പായിട്ടും ഗ്ലൗസ് ഊരി കഴിയുമ്പോൾ നമ്മൾ കൈ കഴുകുക. ഓക്കെ, കാരണം ആ ഒരു ഗ്ലൗസിൽ എന്താണ് ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഊരി കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കത്തില്ല. ഓക്കെ, ഇതറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് എന്താണ്, ഇതിൻ്റെ ബാലൻസ് ആണ്. മസ്റ്റ് ബി വാഷ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിമൂവൽ ഓഫ് ഗ്ലൗസ്. ഇറ്റ് ക്രിയേറ്റ്സ് മോയിസ്റ്റ് വാം ആൻഡ് ഒക്കൾസീവ് എൻവയോൺമെൻറ്റ് ബിറ്റ്വീൻ ദ സ്കിൻ ആൻഡ് ഗ്ലൗസ് വിച്ച് ഇസ് സേഫ് ഹാവ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അതൊക്കെയാണ്. ഇത് ഞാൻ ജസ്റ്റ് വായിച്ചിട്ട് ഇതേപോലെ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക, ഉപയോഗിച്ച് കഴിഞ്ഞു കൈ കഴുകുക. ഓക്കെ, പിന്നെ സർജിക്കൽ മാസ്ക് ആൻഡ് റെസ്പിറേറ്റർ. റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ ഇസ് എസെൻഷ്യൽ വെൻ ദർ ഇസ് എ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ആൻഡ് കാണുന്നില്ലല്ലോ. ഓക്കെ, droplets and aerosols. There are two types of PP available for respiratory precaution, surgical mask and respirator. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഉറപ്പായിട്ടും ഈ പേഷ്യൻ്റൊക്കെ ചുമയ്ക്കുന്ന സമയത്ത് ആ ഒരു ഡ്രോപ്ലെറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബ്ലഡി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലൊക്കെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ എന്താണ് സലൈവ അതൊക്കെ എന്താണ് എക്സ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും റെസ്പിറേഷൻ അതായത് മൂക്കിലൂടെ ഒക്കെ എന്താണ് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർജിക്കൽ മാസ്കും ഉണ്ട്, അതുപോലെ തന്നെ റെസ്പിറേറ്ററും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. ഈ ഒരു ഗ്ലൗസിൻ്റെ ആ ഒരു റിമൂവൽ നമ്മൾ പ്രാക്ടിക്കലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലൗസ് എങ്ങനെ ഇടുന്നത്, ഗ്ലൗസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന്. അത് പ്രാക്ടിക്കൽ സൈഡാണ് നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഗ്ലൗസ് ഇടുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ. പിന്നെ എന്താണ്, ഇതൊന്നും വേണ്ട, കാരണം എന്താ ജസ്റ്റ് അതിൻ്റെ കമ്പോസിഷനൊന്നും നമ്മൾ എഴുതിയിട്ട് പഠിച്ചിട്ടൊന്നും വലിയ ഇതൊന്നുമില്ല. പിന്നെ റെസ്പിറേറ്റർ ഇസ് എ ഡിവൈസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ദ wear from airborne microorganisms such as M. tuberculosis. There are many types of respirator. The most common respirator used in hospital setting is N95 respirator. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് MCQ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റെസ്പിറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എയർബോൺ മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ട്യൂബർക്കുലോസിസ് ഒക്കെ വരാതിരിക്കാനായിട്ട് തടയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ് ഈ റെസ്പിറേറ്റർ. അപ്പോൾ കുറേ ടൈപ്പ് റെസ്പിറേറ്റേഴ്സ് ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്, N95 റെസ്പിറേറ്ററാണ്. അത് MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, കോമ്പോസിഷൻ ഒന്നുമില്ല. N95 റെസ്പിറേറ്റർ ഇസ് കംപ്രൈസ്ഡ് ഓഫ് 4 layers. അപ്പോൾ 4 ലെയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം നമുക്ക് ഒത്തിരി എയർബോൺ ഡിസീസ് ഒന്നും വെക്കില്ല, മീൻസ് വരത്തില്ല. Okay, negative pressure. N95 respirators are described as negative pressure because pressure inside the respirator is negative during inhalation compared to the pressure outside the respirator. അതൊന്നും കുഴപ്പമില്ല. പിന്നെ എന്താണ്, പിന്നെ ഫിറ്റ് ചെക്കിങ്, അത് നല്ലപോലെ നമ്മൾ വെച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ടെസ്റ്റിംഗ്, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ പ്രൊട്ടക്റ്റീവ് ബോഡി ക്ലോത്തിങ്, അത് പല ടൈപ്പ് ഓഫ് ഗൗൺസാണ്, ഗൗൺസിനെ പറ്റിയും അതിനെയൊക്കെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡണ്ണിങ് ആൻഡ് ഡൂഫിങ്. ഡണ്ണിങ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു PPIയുടെ അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഇടുന്നതിൻ്റെ സ്റ്റെപ്പാണ്. ഇത് അത്യാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഡണ്ണിങ് എന്ന് പറയുന്നത് വിയറിംഗ് എന്നാണ് അർത്ഥം. അപ്പോൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് ചെയ്യുന്നത് ഹാൻഡ് ഹൈജീനാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്യാപ്പ്, ഷൂ കവറ്, അതുപോലെ തന്നെ ഇന്നർ ഗ്ലൗസ്, പിന്നെ എന്താണ് ഗൗണ്, പിന്നെ മാസ്ക്, ഗോഗിൾസ് അല്ലെങ്കിൽ ഫേസ് ഷീൽഡ്, പിന്നെ ഔട്ടർ ഗ്ലൗസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇനി
എങ്ങനെയാണിത് റിമൂവ് ചെയ്യുന്നത്? ഫസ്റ്റ് അതായത് ആദ്യം നമ്മൾ എന്താ കൈ കഴുകുക. ഓക്കെ, കൈ കഴുകിയിട്ട് നമ്മൾ എന്താ ഇടുന്നത്? നമ്മളെ തലയിൽ വെക്കുന്ന ക്യാപ്പ്, ഷൂ കവറ്, അതുപോലെ ഉള്ളിൽ എന്തെങ്കിലും ഗ്ലൗസ് ഉണ്ടെങ്കിൽ അതിടുക. പിന്നെ എന്താണ് ഗൗൺ ഇടുക, പിന്നെ മാസ്ക് വെക്കുക, പിന്നെ നമുക്ക് ഗോഗിൾസോ അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് വെക്കുക, പിന്നെയാണ് നമ്മുടെ ആ ഒരു ഗ്ലൗസ് നമ്മൾ ഇടേണ്ടത്. ഇനി നമ്മൾ അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഡോഫിങ് എന്നാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഔട്ടർ ഗ്ലൗസ്, അതായത് നമ്മുടെ ഫസ്റ്റ് കയ്യിലെ ഗ്ലൗസ് നമ്മൾ റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണ് ഗൗണ് റിമൂവ് ചെയ്യുക, പിന്നെ വേണം ഗോഗിൾസ് അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് റിമൂവ് ചെയ്യാൻ, പിന്നെ നമ്മുടെ മാസ്കും ക്യാപ്പും. ഓക്കെ, ഇതാണ് ആ ഒരു ഡണ്ണിങ് ഡോഫിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് കൊടുത്തേക്കുന്ന കേട്ടോ. ഇതധികം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. അതെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്, ഇടുന്നേണ്ടതെന്നൊക്കെ ഉള്ളൊരു സ്റ്റെപ്പാണ്. ഓക്കെ, ഇനിയാണ് നമുക്ക് മെഡിക്കൽ ഹാൻഡ് വാഷിങ്ങും സർജിക്കൽ ഹാൻഡ് വാഷിങ്ങിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ദ ഹാൻഡ്സ് വെൻ വാഷ്ഡ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ യൂഷ്വലി എന്താണ് റിമൂവ് ഡേർട്ട്, ഡെഡ് സ്കിൻ, ഓർഗാനിക് മാറ്റർ ആൻഡ് മോയ്സ്റ്റ് ഓഫ് ദ ട്രാൻസിയൻ മൈക്രോബ്സ് ഓഫ് ദ ഹാൻഡ്. അപ്പോൾ മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് നമ്മൾ റുട്ടീൻലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്താണ്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഡേർട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഓർഗാനിക് മാറ്ററോ അല്ലെങ്കിൽ കൈ നല്ലപോലെ മോയിസ്റ്റനായോ അല്ലെങ്കിൽ ട്രാൻസിയൻ മൈക്രോബ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൈ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊക്കോളും. അത് പെർമനൻ്റ് അല്ല ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് തടയാൻ വേണ്ടി അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ഒരു മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് യൂസ് ചെയ്യാം അല്ലേ. ഹാൻഡ് വാഷിംഗ് ബിഫോർ ജനറൽ പ്രൊസീജിയർ ഈസ് കോൾഡ് റൂട്ടീൻ ഹാൻഡ് വാഷിംഗ്. എന്ത് പ്രൊസീജിയർ അല്ലെങ്കിൽ പേഷ്യൻ്റെ അടുത്തേക്ക് പോവുമോ, നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതിന് നമ്മൾ റൂട്ടീൻ ഹാൻഡ് വാഷിംഗ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, ഇത് 40 to 60 സെക്കൻഡ്, അറ്റ്ലീസ്റ്റ് 40 തൊട്ട് 60 സെക്കൻഡ് വരെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. പിന്നെ നമുക്ക് ആ ഒരു ഹാൻഡ് വാഷിങ്ങിൻ്റെ സ്റ്റെപ്പ് അറിയാമല്ലോ, അത് ഓൾറെഡി ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇനിയാണ് സർജിക്കൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഹാൻഡ് സ്ക്രബിങ് ഡൺ ബിഫോർ എ സർജിക്കൽ പ്രൊസീജിയർ ഇസ് കോൾഡ് സർജിക്കൽ ഹാൻഡ് വാഷിംഗ്. അപ്പോൾ നമ്മളൊരു സർജറി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻവേസീവ് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു ഹാൻഡ് വാഷിങ്ങാണ് സർജിക്കൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോബ്സ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ദ സർജിക്കൽ ടീം പേഴ്സണൽ ടു ദ പേഷ്യൻറ്റ് വോൺസ്. അപ്പം നമ്മൾ ഈ ഒരു ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലഡ്, അങ്ങനെ സലൈവ, സ്പൂട്ടം, അങ്ങനെ പല പല കാര്യങ്ങൾ അതിലേക്ക് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ട്രാൻസ്മിറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ഈ ഒരു സർജിക്കൽ ഹാൻഡ് വാഷിംഗ് മിനിമം ചെയ്തിരിക്കണം. മിനിമം അല്ല, നമ്മൾ ഉറപ്പായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ സർജിക്കൽ ഹാൻഡ് സ്ക്രബ് റിമൂവ് സോളിഡ് ഡെബ്രിസ്, ട്രാൻസിയൻ ആൻഡ് റെസിഡൻറ്റ് മൈക്രോബ്സ്. എന്തെങ്കിലും ഓൾറെഡി നമ്മുടെ ഇതിലുള്ളതോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടല്ലാത്ത മൈക്രോബ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം മിനിമം 2 തൊട്ട് 6 മിനിറ്റ് വരെ നമ്മളിത് ഒരു ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയർ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ ചെയ്യണം. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് ഇവിടം വരെ നമ്മൾ കഴുകും അല്ലേ, ഇവിടം വരെ കഴുകും. സർജിക്കൽ ഹാൻഡ് വാഷിംഗ് ഇവിടം വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ മറ്റേ മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് 40 തൊട്ട് ഒരു 60 സെക്കൻഡ് വരെയാണ് പറയുന്നുള്ളൂ. പക്ഷേ സർജിക്കൽ ഹാൻഡ് വാഷിംഗ് 2 to 6 മിനിറ്റ്സ് ആണ്. പക്ഷെ നമുക്ക് 15 മിനിറ്റ് വരെ ചെയ്താൽ നല്ലതായിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ അസെപ്സിക്സ് അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് എന്താ, അത് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കും. ഇത് ഫൗണ്ടേഷൻ നഴ്സിംഗ് ഫണ്ടമെൻ്റൽസിലും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിങ്ങിലും കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്സിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കുക. റിമൂവൽ ഓഫ് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 2 മാർക്സ് എങ്കിൽ 2 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റിമൂവൽ ഓഫ് മൈക്രോബ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. സാധാ പോലെ റിമൂവൽ ആൻഡ് പ്രിവെൻഷൻ ഓഫ് മൈക്രോബ്സ് ഡ്യൂറിങ് സർജിക്കൽ ഓർ ഇൻവേസീവ് പ്രൊസീജിയർ. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പ്രൊസീജിയർ എന്താണ്, ഇൻക്ലൂഡ് ഹാൻഡ് വാഷിംഗ്, യൂസിങ് ഗ്ലൗസ്, വിയറിംഗ് ഫേസ് മാസ്ക്, ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് സർഫസ് ആൻഡ് ചേഞ്ചിങ് ഓഫ് ബെഡ് ലിനൻസ്. അതായത് എന്തൊക്കെയാണ് ഈ ബെഡും അതൊക്കെ വിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സർഫസ് സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ പ്രൊസീജിയർ സർജറിയുടെ കേസിലാണെങ്കിൽ
Procedure include hand washing, surgical scrub, wearing gloves and face mask, surgical cap, sterilization of all surfaces, and using single-use equipment bags. In invasive procedure, do not concern invasive procedure. മെഡിക്കൽ സർജിക്കൽ ഹാൻഡ് വാഷിംഗ് അങ്ങനെ അതത്ര ഇതല്ല. പക്ഷേ എന്താണ് ഇൻവേസീവ് പ്രൊസീജിയർ ആയിട്ടുള്ള കത്തീട്രൈസേഷൻ, സെൻട്രൽ ലൈനിലൊക്കെ നമ്മൾ സർജിക്കൽ അസെപ്സിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ്സ് ഇൻഫെക്ഷൻ ഡ്യൂറിങ് എ സ്റ്റേ ഇൻ മെഡിക്കൽ ഫെസിലിറ്റി. പിന്നെ മറ്റതെന്താണ് സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുക്കണ്ട, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ്, ഇത് ഞാൻ 2 മാർക്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. എന്തൊക്കെ ടൈപ്പ് ഏജൻറ്റ്സ് ആണ് ഹാൻഡ് വാഷിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലെയിൻ സോപ്പ് ഓർ നോൺ മെഡിക്കേറ്റഡ് സോപ്പ്. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ആൽക്കഹോൾസ് 60 to 95%, എത്തനോൾ, ഐസോപ്രോപ്പനോൾ ഓർ എൻ പ്രൊപ്പനോൾ ഓർ കോമ്പിനേഷൻ ഓഫ് ഐസോപ്രോപ്പ് ആൻഡ് എൻ പ്രൊപ്പനോൾ. ഇത് നമുക്ക് ചുമ്മാ എഴുതാൻ പറ്റുമല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ. ആദ്യം നമ്മൾ സാധാ സോപ്പ് അല്ലെങ്കിൽ നോൺ മെഡിക്കേറ്റഡ് സോപ്പ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള 60 to 90% എത്തനോൾ, പിന്നെ ഐസോപ്രോപ്പനോൾ, എൻ പ്രൊപ്പനോൾ അല്ലെങ്കിൽ ഐസോപ്രോപ്പനോളും എൻ പ്രൊപ്പനോളിൻ്റെയും കൂടെ കോമ്പിനേഷൻ. പിന്നെ ക്ലോർ ഹെക്സഡീൻ, ഇത് നമ്മൾ ഒത്തിരി ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഏജൻ്റാണ് ഹാൻഡ് ഹൈജീന്. പിന്നെ ഹെക്സാ ക്ലോറോപ്രൊപ്പൈൻ, ക്ലോറോക്സൈനോൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് ഹാൻഡ് ഹൈജീനിൽ യൂസ് ചെയ്യുന്ന ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ചോയ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്ന, ചുമ്മാ പോയിന്റ് കൊടുത്തുന്നുള്ളൂ. ട്രാൻസ്മിഷൻ ആൻഡ് പേഷ്യൻ്റ് റിസ്ക് ഫാക്ടേഴ്സ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റി, സർജിക്കൽ ഓർ ഇൻവേസീവ് പ്രൊസീജിയർ. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ടൈപ്പ് യൂസ് ചെയ്യാമെന്നൊക്കെ, കാരണം അതിൻ്റെ ആ ഒരു ആൽക്കഹോൾ ബേസ്ഡ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. പ്ലെയിൻ സോപ്പ് മെഡിക്കേറ്റഡ് നമ്മൾ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഓക്കെ അമ്മ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് തരുന്നതായിരിക്കും. ഇത്രയൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എഴുതാൻ പറ്റുന്നൊരു പോർഷനാണ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മൈക്രോബയോളജിയിൽ എന്തെങ്കിലും സെക്കൻഡ് ചാപ്റ്റർ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.